നമസ്കാരം. ഞാൻ പറയുന്ന ആ സൃഷ്ടാവാൻ ദൈവത്തിന് ആവശ്യമുള്ള ആ ധ്യാനം അതെന്താണെന്ന് ഞാൻ പറയാറുണ്ട്. ഈ ഓവർ അറ്റാച്ച്മെന്റ് പാടില്ല, ദൈവത്തോടായിരിക്കണം നമുക്ക് എപ്പോഴും അറ്റാച്ച്മെന്റ് എന്ന വിഷയത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പോ ഞാൻ അത് കുറച്ചും കൂടെ വ്യക്തമാക്കിക്കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. ദൈവം ഉദ്ദേശിക്കുന്ന ധ്യാനം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെസ്സേജൊക്കെ വിട്ടിട്ടുണ്ട്. അതില് ആ ദൈവം ആഗ്രഹിക്കുന്നത് അത്രയേ ഉള്ളൂ, അത്ര മതി. പക്ഷെ പലരും എന്നെ വിളിച്ചിട്ട് ഈ ചക്രാസ് ഉണർത്തുന്ന കാര്യം, റക്കി ഹീലിംഗ്, ഇതിനൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ല, വീട്ടിൽ വിഷയങ്ങളാണ്, പ്രശ്നങ്ങളാണ്, ഇങ്ങനെയൊക്കെ പല മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്തോറും പ്രശ്നങ്ങളൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട്, ഇതൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ, അപ്പം ശരിക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് പലരും വിളിക്കുന്നുണ്ട്. പിന്നെ ഈ മെഡിറ്റേഷന് അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ചിലർക്ക് രാവിലെ 3 മണിക്ക് 3:30 കഴിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ പല അഭിപ്രായങ്ങളും പല കാര്യങ്ങളൊക്കെയാണ് എന്നെ വിളിച്ച് ഓരോരുത്തർ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ പറയുന്ന എന്റെ മെസ്സേജിലൂടെ വിടുന്ന പല കാര്യങ്ങളും പലർക്കും അങ്ങോട്ട് പൂർണ്ണമായി ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എല്ലാവർക്കും അല്ല, ചിലർക്ക്. ഒന്നുകിൽ അവർ ഈ ഇടപ്പരുവത്തിൽ നിന്നായിരിക്കും എന്റെ മെസ്സേജ് കേട്ട് തുടങ്ങിയത്, എന്റെ ആദ്യകാല മെസ്സേജുകളൊന്നും അവർ കേട്ട് കാണൂല. ഇല്ലെങ്കിൽ അത് കേട്ടിട്ടും അവരത് ബ്ലാങ്കായി പോകുന്നു, അവർക്കത് ഗ്രഹിക്കാൻ പറ്റാതെ മനസ്സിനെ ബ്ലാങ്കാക്കി കളയുന്നു എന്നും എനിക്ക് തോന്നുന്നുണ്ട്. ദൈവം ഉദ്ദേശിക്കുന്ന ധ്യാനം ശരിക്കും നമ്മൾ ഈ മണിക്കൂറുകളോളം ഇരുന്നുള്ള ആ ധ്യാനമല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ധ്യാനത്തിന് നമുക്ക് അവസരമുണ്ട്, അങ്ങനെ സാഹചര്യമുണ്ട്. വേറെ ഭൗതികമായിട്ടുള്ള ബന്ധനങ്ങളോ അല്ലെ കടമകളോ ഒക്കെ ഒന്നുമില്ല, എല്ലാം പൂർത്തീകരിച്ചു. അതൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് എത്ര വേണോ സമയമെടുത്ത് ധ്യാനിച്ച് ആ ദൈവത്തിലോട്ട് എത്താം. പക്ഷേ നമ്മൾ കുടുംബത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, കുടുംബത്തിൽ പ്രശ്നങ്ങള്, കൂട്ടുകുടുംബം, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള പല ജോലികളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിക്ക് മണിക്കൂറോളം ഉള്ള ധ്യാനമൊന്നും എന്നോട് സംസാരിക്കുന്ന ദൈവം പറയുന്നില്ല. കാര്യം അവർ ചെയ്യേണ്ട മേഖലകൾ പലതും ചെയ്തു തീർക്കാനുണ്ട്, അതൊക്കെ ജയിച്ച് കയറാനുണ്ട്. ഇപ്പൊ ചിലർ പറയുന്നുണ്ട് ഈ അറ്റാച്ച്മെന്റ് പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ട്, നമുക്ക് ജോലിയുണ്ട്, വീട്ടുകാരുണ്ട്, അമ്മയുണ്ട്, അപ്പൊ അവരുടെ അടുത്തൊന്നും നമുക്ക് കടമയൊന്നും ചെയ്യണ്ടേ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. കടമകൾ ചെയ്യണം, നമ്മൾ കടമയെ ചെയ്യാവൂ. അല്ലാതെ അറ്റാച്ച്ഡായിട്ട് നമ്മളെ മനസ്സ് അതിൽ വഴുതി വീഴരുത്. കാരണം ഉദാഹരണം, അത് ഞാൻ ഈ പറയുമ്പോൾ പലർക്കും അത് വ്യക്തത വരാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ വിശദീകരിച്ചു തരുന്നത്. അപ്പൊ ഇത് ഞാൻ ആദ്യം പറഞ്ഞുതരാം, ഈ അറ്റാച്ച്മെന്റിനെ കുറിച്ചുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ധ്യാനത്തിന്റെ അതിന്റെ വശങ്ങളൊക്കെ ഞാൻ അടുത്ത പറഞ്ഞുതരാം. ഇപ്പൊ അറ്റാച്ച്മെന്റ് എന്ന് ഞാൻ ഓവർ അറ്റാച്ച്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓവറായിട്ട് ദൈവത്തോട് എത്ര വേണോ അറ്റാച്ച്ഡ് ആവാം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ ആത്മാവ് പല കാലത്തിലൂടെ പഠിപ്പിച്ച് പല ജന്മങ്ങളിലൂടെ കൊണ്ടുവരുന്നതേ ആ ആത്മാവിന് ദൈവത്തോട് അത്രയും കണ്ട് അറ്റാച്ച്മെന്റ് എത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആദ്യ ജന്മം മനുഷ്യന് തരുമ്പോ അവന്റെ ആത്മാവിന് ദൈവത്തോട് യാതൊരു അറ്റാച്ച്മെന്റും കാണൂല. ദൈവമേ ഇല്ല എന്ന രീതിയിൽ നിരീശ്വരവാദം പറഞ്ഞ് പൂർണ്ണമായ ബുദ്ധിയിൽ ആശ്രയിച്ച് സ്വന്തം കഴിവിൽ തിമിർത്ത് ആടി നടക്കുന്നവരായിരിക്കും ഫസ്റ്റ് വരുന്ന ആ മനുഷ്യജന്മങ്ങൾ. അപ്പൊ അതിൽ നിന്ന് ഓരോ ജന്മങ്ങൾ കഴിയുന്തോറും ദൈവം പതുക്കെ അവന്റെ മനസ്സിനെ ഭക്തിയിലോട്ടും ഈശ്വര വിശ്വാസത്തിലോട്ടും കൊണ്ടുവന്ന് പൂർണ്ണമായി ഈ മനസ്സിനെ ദൈവത്തിലോട്ട് അറ്റാച്ച്ഡ് ആക്കുന്നതാണ് ഈ ജന്മത്തിന്റെ പൂർത്തീകരണം. അപ്പൊ ഒരു ജന്മത്തിൽ അവന്റെ മനസ്സ് 100% ദൈവത്തിലോട്ട് അത്ര കണ്ട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഇനി അവന് ജന്മമില്ല. പക്ഷെ ഈ അറ്റാച്ച്മെന്റ് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ നമ്മളെ കർമ്മമായിട്ട് പല മേഖലകളിലൂടെ ദൈവം പലതും പഠിപ്പിച്ചും കൊണ്ടാണ് കൊണ്ടുവരുന്നത്. അവസാനത്തെ ജന്മത്തിൽ ഏതാണ്ട് ഭൗതിക കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള തലങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഓവർ ദൈവവുമായിട്ടുള്ള അറ്റാച്ച്മെന്റിൽ മാത്രം അവനെ കൊണ്ടെത്തിക്കും. അതാണ് ലാസ്റ്റ് വരുന്ന മോക്ഷം. ആ ധ്യാനത്തിലൂടെ നമ്മൾ മോക്ഷപ്രാപ്തി അതിലോട്ട് എത്തും എന്നൊക്കെ പറയുന്നത് ഫുൾ ദൈവമായിട്ടായിരിക്കും അറ്റാച്ച്ഡ്. അപ്പൊ ആ സമയത്ത് ഭാര്യയായാലോ മക്കളായാലോ ഭർത്താവായാലോ ആര് വന്ന് എന്തൊക്കെ ചോദിച്ചാലും പറഞ്ഞാലൊന്നും അവരെ മനസ്സൊന്നും കുലുങ്ങൂല. കാരണം ഫുൾ ദൈവം മാത്രം മതി എന്ന ലെവലിലേക്ക് എത്തും. അപ്പൊ അതാണ് ശരിക്കും ആ മോക്ഷത്തിന്റെ അൾട്ടിമേറ്റ് ആ രീതി. അപ്പൊ നമ്മളിപ്പം ഈ കണ്ടീഷനിൽ ഇപ്പൊ ദൈവം നമുക്ക് ഭൂമിയിൽ ഒരു ജന്മം തരുമ്പോൾ ചിലപ്പോൾ ഒരു കുടുംബമായിട്ട് തരും. ഇല്ലെങ്കിൽ നമുക്ക് കുടുംബമൊന്നും പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല, മക്കളുണ്ടാവാൻ പാടില്ല, വേറെ ജോലിക്കൊന്നും പോകാൻ പാടില്ല, എന്തെങ്കിലും ചെറിയ ജോലി ഭിക്ഷ എടുത്ത് വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം. വീടുകളിലൊക്കെ ചെന്ന് അന്നുള്ള ആഹാരം വാങ്ങിച്ച് കഴിക്കുക, എവിടെയെങ്കിലും ചെന്നിരുന്നും കൊണ്ട് ഫുൾ ടൈം ദൈവമായിട്ട് അറ്റാച്ച്മെന്റ്. അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് അങ്ങനെ പോകാം.
പക്ഷേ നമ്മൾ കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ പ്രാരാബ്ധങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊന്നും കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് ദൈവത്തോട് മാത്രം അറ്റാച്ച്മെന്റ് എന്നൊരു രൂപത്തിലേക്ക് പോകാൻ പറ്റൂല. അങ്ങനെ പോകുന്നതേ തെറ്റാണ്. അവനൊരിക്കലും മോക്ഷം കിട്ടൂല. അടുത്ത ജന്മത്തിൽ വന്ന് മര്യാദയ്ക്ക് കുടുംബജീവിതങ്ങൾ നല്ല രീതിയിൽ വിജയിച്ച് കാണിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു ഭയങ്കര ഭക്തിയിൽ ഒരാളുണ്ട് ഒന്ന് വെച്ചോ, രാവിലെ 3 മണിക്ക് ധ്യാനം, 6-7 മണി വരെ ധ്യാനം, വൈകുന്നേരം 6 മണി വരെ 8-9 മണി വരെ ധ്യാനം, ഭയങ്കരമായ ഭക്തി. പക്ഷേ വീട്ടുകാര് മക്കള് ഒക്കെ പഠിക്കാൻ ഉഴപ്പ്, അവരൊക്കെ ദുശീലങ്ങള്, അവസാനം ഒരു പരിവായപ്പോ അവർ തലതിരിഞ്ഞു പോയി. പക്ഷെ ഈ വീട്ട് അമ്മ എപ്പോഴും നോക്കിയാലും ധ്യാനവും ഭക്തിയും ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ അമ്മയ്ക്ക് ആ ഒരു സ്ത്രീക്ക് ഒരിക്കലും മോക്ഷം അല്ലെങ്കിൽ ദൈവത്തിലോട്ട് എത്താൻ കഴിയില്ല. കാരണം ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും കറക്റ്റ് ചെയ്യാത്തത് കാരണം, മക്കൾ തലതിരിഞ്ഞൊക്കെ പോയത് കാരണം അവിടെ ആ കർമ്മമേഖല തോറ്റുപോയി. അത് കാരണം ഒരിക്കലും മോക്ഷം കിട്ടൂല. എത്ര ഭക്തിയിലിരുന്നാലും എങ്ങനെയായിരുന്നാലും അടുത്ത ജന്മം എടുത്ത് എവിടെ തോറ്റുപോയി, എവിടെയാണ് ജയിക്കാൻ പറ്റാത്തത്, ആ മേഖല ജയിച്ചു കാണിക്കണം. അപ്പം നമ്മൾ ഇപ്പൊ ഭൂമിയിൽ ഒരു ജന്മം തരുമ്പോൾ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു കുടുംബം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നമുക്ക് ഭൗതിക തലത്തിൽ കടമകളുണ്ടെങ്കിൽ അത് 100% ഭംഗിയാക്കി ജയിച്ച് കാണിച്ചിട്ട് വേണം അടുത്ത ധ്യാനത്തിലോട്ടൊക്കെ പോയി നമ്മൾ ആ മോക്ഷത്തിലോട്ടൊക്കെ എത്താൻ. അപ്പം ആദ്യമേ ദൈവത്തോട് മാത്രമേ അറ്റാച്ച്മെന്റ് ഉള്ളൂ എന്നും പറഞ്ഞ് ദൈവത്തോട് മാത്രം 100% അറ്റാച്ച്മെന്റും വെച്ചുകൊണ്ടിരുന്നാൽ ആ വ്യക്തിയുടെ കുടുംബ ജീവിതത്തിൽ പല പരാജയങ്ങൾ വരും. അത് ദൈവം തോൽവിയായിട്ടേ കണക്കാക്കുള്ളൂ. അപ്പം ചെയ്യേണ്ട കടമകൾ അത്രയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ കടമ ചെയ്യേണ്ടത് അത് പറഞ്ഞുതരാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഒരു അമ്മ ദൈവിക മാർഗത്തിൽ നിൽക്കുന്നു, സൃഷ്ടാമ ദൈവത്തോട് ബന്ധമൊക്കെ വന്നു, പക്ഷെ പ്രാരാബ്ധമുണ്ട്, കുടുംബമുണ്ട്, കടമകളുണ്ട്. രാവിലെ ചോറും കറിയും ആഹാരവും ഒക്കെ വെക്കുന്നു, മക്കൾക്ക് സ്കൂളിൽ പോകണം, പിള്ളേർക്ക് വേണ്ടിയിട്ട് രാവിലെ എഴിച്ച് ആഹാരവും കാര്യങ്ങളും ഭർത്താവിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യണം. നമുക്ക് അറിയാവുന്ന മേഖലയിൽ നമ്മൾ മാക്സിമം ഭംഗിയായിട്ട് ആഹാരം ഉണ്ടാക്കിയെങ്കിൽ ഇത് കഴിക്കുന്ന ഭർത്താവിന്, അല്ലെങ്കിൽ ഇത് കഴിക്കുന്ന ഭർത്താവിന്റെ അമ്മയ്ക്കോ അല്ലെ ആർക്കെങ്കിലോ ഇത് കൊള്ളൂല, അത് അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനറിയാം നമ്മൾ ഇത് മാക്സിമം ചെയ്ത് കഴിഞ്ഞു, അപ്പൊ ദൈവം അത് കാണുന്നു എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ കർമ്മ മേഖല അവിടെ ഓക്കെയായി. അവരത് കൊള്ളൂല, ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പരാതി പറയുമ്പോൾ നമുക്കവിടെ വിഷമം വരികയും അവരോട് ദേഷ്യം വരികയും ചെയ്യുന്നതിന്റെ കാരണം അറ്റാച്ച്മെന്റ്, ഓവറായിട്ട് അറ്റാച്ച്ഡായി. കർമ്മത്തിന്റെ ഫലം നമ്മൾ അധികമായി ആഗ്രഹിച്ചു. അപ്പൊ അവരത് കഴിച്ചിട്ട് കൊള്ളാം എന്ന് പറയുന്നതിലാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ ചിന്തിച്ചല്ല അതാണ് പറഞ്ഞ കടമ ചെയ്യണം. നമ്മൾ നമ്മുടെ ജോലി ഭംഗിയായിട്ടും വൃത്തിയായിട്ടും കടമ പോലെ നമ്മൾ ചെയ്യുക. അതിന്റെ ഫലം എന്നോണം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫലം നോക്കിയിരിക്കരുത്. ദൈവമാണ് അതിന്റെ ഫലം നമുക്ക് വേറെ വഴിയിൽ തരുന്നത്. കാരണം നമ്മൾ ആ ചെയ്യുന്ന കാര്യം ഫുൾ പെർഫെക്റ്റ് ആയിട്ടും നല്ല വൃത്തിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും അത് ചെയ്യുന്നു എന്ന് നമ്മുടെ ആത്മാവിനറിയാം, നമുക്കറിയാം, ദൈവത്തിനും അറിയാം. അത്രേ ചിന്തിക്കാവൂ. അതിൽ നിന്ന് ഇത് വേറെ കൊള്ളൂലെന്ന് പറയുമ്പോൾ ഓവറായിട്ട് ഫീൽ ചെയ്യാനോ, അല്ലെങ്കിൽ ഇത് പോരാ വേറെ എന്തെങ്കിലും വേണം എന്നൊക്കെ പറയുമ്പോൾ അതിൽ കിടന്ന് ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ല. കാരണം നമ്മൾ വേറെ വേണം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ മനസ്സിനെ കടമ എന്ന രീതിയിൽ വെച്ച് വേണം ചെയ്യാൻ. ദൈവത്തോട് പറയണം, ദൈവമേ ഞാൻ ഈ ജോലികളൊക്കെ ചെയ്യുന്നു, ദൈവം കാണുന്നുണ്ടല്ലോ, ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് മാത്രം ചോദിച്ചും കൊണ്ട് നമ്മൾ മക്കളോടത്തും ഭർത്താവിനോടോ അല്ലെ ഭാര്യയോട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റാ ചെയ്തു പോകണം. ഒരിക്കലും ഇവരെ തൃപ്തിപ്പെടുത്താൻ, മനുഷ്യരെ തൃപ്തിപ്പെടുത്താൻ, അല്ലെ അയൽവക്കക്കാരെ തൃപ്തിപ്പെടുത്താൻ, ബന്ധുക്കളെ തൃപ്തിപ്പെടുത്താൻ ഒരു കാര്യം ചെയ്യരുത്. അങ്ങനെ ഇവരുടെയൊക്കെ തൃപ്തി നോക്കി അവരെ തൃപ്തിപ്പെടുത്താൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഓവർ അറ്റാച്ച്മെന്റ് ഇവരിലോട്ടായിപ്പോയി എന്ന് പറയുന്നത്. അതേസമയം കടമ ചെയ്യുന്ന വ്യക്തിക്ക് ഇവരെ ഒന്നും തൃപ്തിപ്പെടുത്താൻ തോന്നൂല. നമ്മുടെ കാര്യം നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു. കൊച്ചുകുട്ടികൾ, വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികളാണെങ്കിൽ അവരെ നിർബന്ധിച്ച് ചില കാര്യങ്ങൾ ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യണം. അതേസമയം മറ്റുള്ള വ്യക്തികളോട് ആരെടുത്തും നമ്മൾ നിർബന്ധിച്ച് ഒരു കാര്യവും പഠിപ്പിക്കാനോ കൊടുക്കാനോ ഒന്നിനും പോകരുത്. നമ്മൾ ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ ഓടുന്നതാണ് ഈ ഓവർ അറ്റാച്ച്മെന്റ് ആയിട്ട് ദൈവം കാണുന്നത്. നമ്മൾ നമ്മുടെ കടമ ചെയ്യുക. ഇപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കണം തോന്നിയാൽ ആ കൊടുക്കണേ കൊടുക്കുക, കൊടുത്തില്ലേലും ഒന്നുമില്ല. പക്ഷെ അങ്ങനെ അവര് എന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവര് മോശം പറയൂലോ, അവര് നല്ലതെന്ന് പറയണം, അല്ലെങ്കിൽ അവരത് മോശമെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല. ഇങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതികളാണ് ഈ ഓവർ അറ്റാച്ച്മെന്റ് വഴി വരുന്ന പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് എന്റെ ജോലിയാണ്, ഞാനിത് കറക്റ്റാ ചെയ്യണം എന്ന് വെച്ച് മാത്രമേ ഓരോ കാര്യങ്ങളും ചെയ്യാവൂ. ഇപ്പൊ ഒരു ഓഫീസിൽ ജോലിക്ക് പോകണമെങ്കിലും നമ്മൾ ആ ഓഫീസിൽ പോകുന്നു, അവർ പറഞ്ഞ സമയം 10 മണിക്ക് എത്തണം, അല്ലെ 9:00 എത്തണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 9:00 എത്തണം. ആ 9:00 വന്നതിന് ശേഷം നമ്മൾ അടുത്ത് പോകേണ്ട സമയം വരെ നമ്മുടെ ജോലി ഉത്തരവാദിത്തപ്പെട്ടും സത്യസന്ധമായും കറക്റ്റ് ചെയ്യുക.
കറക്റ്റ് ചെയ്ത് തീർത്തിട്ട് അവിടുത്തെ മാനേജർ വിളിച്ചിട്ട് ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ അല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെയാണല്ലോ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ഭംഗിയായി ചെയ്തിട്ടും നമുക്ക് അവിടെ നിന്നും കൊണ്ട് ഒരു തൃപ്തികരമായ രീതിയിൽ മറുപടി കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ വിഷമിക്കുമ്പോഴാണ് അവിടെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന സാധനം ഓവറായി പോകുന്നു എന്ന് പറയുന്നത്. നമ്മൾ കടമ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കറക്റ്റ് ചെയ്തു, നമ്മൾ പൂർണ്ണമായി ചെയ്തു, കടമ അത്രയേ ഉള്ളൂ. ഇനി അതിൽ നിന്ന് അവരിപ്പോ അത് ഭയങ്കര ഭംഗിയായിരിക്കുന്നു, അങ്ങനെ ആയിരിക്കുന്നു എന്ന് ഇപ്പൊ അവർ പറയണം എന്നും പറഞ്ഞ് നമ്മൾ ആഗ്രഹിച്ച് നിൽക്കുന്നത് നമ്മൾ എന്തോ പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണ്. നമ്മൾ എന്തിനെങ്കിലും രീതിയിലെങ്കിലും നമ്മുടെ മനസ്സ് അതിലോട്ട് അറ്റാച്ച്ഡായി കിടക്കുമ്പോഴാണ് നമുക്ക് ഈ വിഷമവും മെയിൻ നിരാശ ഇതൊക്കെ വരുന്നത്. അപ്പൊ ഇതൊന്നും വരാതെ ചെയ്യേണ്ട കാര്യം ചെയ്യുക. ഇപ്പൊ വീട് വൃത്തിയാക്കുക, ഭംഗിയായിട്ട് നമ്മളതങ്ങ് ചെയ്യുക. അതിന് നമ്മളിപ്പം വേറൊരാൾ കണ്ടിട്ട് ഇപ്പൊ എനിക്കൊരു അപ്രിസിയേഷൻ തരും അല്ലെങ്കിൽ കൊള്ളാന്ന് പറയും എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴാണ് അപ്പൊ നമ്മള് കടമയിൽ അല്ലെങ്കിൽ നമ്മൾ ദൈവം ഏൽപ്പിച്ച ജോലിയിലല്ല നമ്മുടെ മുൻതൂക്കം. കാണുന്ന വ്യക്തി ഇപ്പൊ നമ്മളെ അങ്ങ് പൊക്കി പറയണം എന്നാണ് നമ്മളുടെ അകത്തെയുള്ള ചിന്ത. അങ്ങനെ ആ ചിന്തയാണ് ആത്മീയമായി ദൈവത്തിലോട്ട് എത്തുന്നതിന് തടസ്സം. നമ്മളെ പൊക്കി പറയേണ്ടതും കൊള്ളാമെന്ന് പറയേണ്ടതും ദൈവം മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആത്മീയത്തിന്റെ അടുത്ത ലെവലിലോട്ട്, ഹൈ ലെവലിലോട്ട് പോകേണ്ടവർക്കും സൃഷ്ടാവാൻ ദൈവമായിട്ടൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഈ ധ്യാനിക്കാൻ സമയം കിട്ടുന്നില്ല, ഈ ചക്രാസ് ഒക്കെ ഉണർത്തുന്ന ആ പ്രാക്ടീസ് ഒക്കെ ചെയ്യാമോ, അതിനൊന്നും എനിക്കിപ്പോ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിലോട്ട് ഓരോരുത്തര് വിഷമിച്ച് എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. എന്നോട് ദൈവം പറയുന്നത്, കർമ്മം നമുക്ക് ഭൂമിയിൽ ദൈവം ഓരോ കർമ്മ മേഖല തന്നിട്ടുണ്ട്. ആ കർമ്മ മേഖല മാക്സിമം പെർഫെക്റ്റ് ആക്കി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല മേഖലകളും ടെൻഷനും ഒന്നും ഇല്ലാതെ ഇതെല്ലാം ഓക്കെ എന്ന ലെവലിലായതിനു ശേഷം മാത്രമേ ധ്യാനത്തിന്റെ വലിയ തലത്തിലോട്ടൊക്കെ പോകേണ്ട ആവശ്യമുള്ളൂ. ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, മക്കളുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഉള്ളവർ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം മക്കളൊക്കെ ഉണ്ടെങ്കിൽ, മക്കൾക്ക് ആൺപിള്ളേരുണ്ടെങ്കിൽ സ്വന്തമായി ജോലിയൊക്കെ നേടി അവര് വിവാഹത്തിലോട്ടൊക്കെ ആ ലെവലൊക്കെ ആയി, പെൺമക്കളുണ്ടെങ്കിൽ അവരെ കല്യാണമൊക്കെ കഴിപ്പിച്ച് അങ്ങനെ മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി അവരൊക്കെ നല്ല പൊസിഷനിലൊക്കെ ആയി, ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല, ഭർത്താവൊക്കെ ഫുൾ സപ്പോർട്ട്, അങ്ങനെയൊക്കെ ലെവലായതിനു ശേഷം മാത്രമേ ഈ മണിക്കൂർ കൊണ്ടുള്ള ധ്യാനത്തിന്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കതിന് പറ്റും, അതിനുള്ള സന്ദർഭങ്ങളുണ്ട്, അതിന്റെ റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളവർക്ക് അത് ഇപ്പോഴേ ചെയ്യാം. പക്ഷേ ദൈവം പറയുന്ന ഈ ചക്രാസ് ഉണർത്തൽ എന്നുള്ള പരിപാടി നമ്മൾ ശ്രമിച്ച് ചെയ്യേണ്ട ഒരു കാര്യം അല്ല. ശരിക്കും നമുക്ക് ശരീരത്തിൽ ചക്രാസുകളുണ്ട്, അതൊക്കെ ഉണരേണ്ട ആവശ്യമുണ്ട്, അതൊക്കെ താനെ ഉണരേണ്ടതാണ്. ഓരോ അവസരം വെച്ചിട്ട് ആത്മീയമായി ഉയർന്നനുസരിച്ച് ഓരോ ചക്രാസും താനെ ഉണർന്ന് അത് പവർഫുള്ളായി തന്നെ വരണം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വരേണ്ടത്. അത് നമ്മൾ ആ സൃഷ്ടാവ ദൈവമായിട്ടൊരു ബന്ധം എത്തി ആ ഒരു ലെവലിലേക്ക് പോകുന്ന അനുസരിച്ച് ഇത് താനെ പ്രോസസ് നമ്മുടെ ശരീരത്തിൽ നടക്കും. അല്ലാതെ ഇങ്ങനെയൊക്കെ ഒരു മേഖലകൾ ഉണ്ടെന്നും ഇത് ശരിക്കും പറഞ്ഞ ഒരു അപകടമാണ്. ഇങ്ങനെയൊക്കെ ഉള്ള മേഖലകൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചതേ പ്രശ്നമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പൊ ധനത്തിന്റെ മേഖല അല്ലെങ്കിൽ സമ്പത്തിന്റെ മേഖല, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ ഒരു മേഖലയെ മാത്രമായിട്ട് ഉണർത്തി നമുക്ക് അതിലൂടെ ചില നേട്ടങ്ങൾ നേടാം എന്നൊക്കെ മനുഷ്യന്റെ മനസ്സ് തെറ്റായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പോകുന്നതൊക്കെ അപകടമാണ്. ശരിക്കും ആത്മീയത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഈ ആത്മമണ്ഡലത്തിലെ കാര്യങ്ങളെല്ലാം അത് ദൈവികമായ അദൃശ്യ ശക്തികളിലൂടെ താനെ നടക്കേണ്ട ഒരു പ്രോസസ്സാണ് ഈ വിധ കാര്യങ്ങളെല്ലാം. അല്ലാതെ നമ്മളിത് ശ്രമിച്ച് ഇപ്പൊ ഒരു മരത്തിലെ മാങ്ങ അതിനെ പുക വെച്ചും മറ്റേ പൊടിയൊക്കെ ഇട്ടും ആർട്ടിഫിഷ്യലായിട്ട് പഴുപ്പിച്ച് തിന്നുന്നത് പോലെയാണ് നമ്മളിങ്ങനെ ശ്രമിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നതായിട്ടാണ് ദൈവം എന്നോട് പറയുന്നത്. പക്ഷെ നമുക്ക് ഈ ചക്രാസും കാര്യങ്ങളൊക്കെ ഉണർത്തേണ്ട ആവശ്യമുണ്ട്, അത് ഉണർന്നോളും. നമ്മൾ ലക്ഷ്യം അതല്ല. നമ്മുടെ കർമ്മ മേഖല മാക്സിമം പെർഫെക്റ്റ് ആക്കുക, ദൈവമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാക്കുക. ഞാൻ ഈ പറയുന്ന മെഡിറ്റേഷൻ അല്ലെങ്കിൽ ദൈവത്തോടുള്ള കണക്ഷൻ വേണം എന്ന് പറയുന്നത് ആ കണക്ഷൻ വെച്ചും കൊണ്ട് നമ്മളങ്ങ് മരിച്ച് അല്ലെങ്കിൽ നമ്മൾ ആത്മാവിനെ എപ്പോഴും ദൈവത്തോട് വിടാനല്ല. ഈ കണക്ഷൻ കിട്ടിയാൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള കർമ്മ മേഖലകളിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഭൗതിക കാര്യങ്ങളിൽ വിജയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ എവിടെയൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ നമ്മൾ തെറ്റിപ്പോയി, നമുക്ക് പറ്റിപ്പോയ പാപങ്ങൾ എന്തൊക്കെയാണ്, ഇതിനൊക്കെ ഞാൻ ഇനി എന്ത് വഴിയിലൂടെ അടുത്ത് ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെയൊക്കെ ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഉള്ളിലൂടെ ദൈവം തന്നെ ഇൻഫർമേഷൻ തന്ന് കൊണ്ടുപോകണം. കാരണം ഈ കാലഘട്ടത്തിൽ ഒരു ദിവസം തന്നെ അനേക വഴികളിലൂടെ ആ നെഗറ്റീവ് ശക്തികൾ നമ്മളിലേക്ക് വലിഞ്ഞു കയറാനും നമുക്ക് തടസ്സമുണ്ടാക്കാനും എന്ന ലെവലിലാണ് ഇപ്പോഴത്തെ കാലഘട്ടത്ത് നെഗറ്റീവ് ശക്തികൾ ബലമാർജിച്ച് നിൽക്കുന്നത്.
അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യം ചെയ്യുമ്പോഴും അവിടെ ദൈവിക വ്യവസ്ഥ തെറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തി വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നോക്കി നോക്കി വേണം ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ അതിനൊക്കെ ഓരോ പ്രാവശ്യവും ഗുരുവിനെ വിളിച്ച് അത് ചോദിച്ച് അങ്ങനെ ചേട്ടാ ഇങ്ങനെ ചേട്ടാ ഇപ്പൊ അത് ചെയ്യാമോ അപ്പോഴേ ഇങ്ങനെ ചോദിച്ച് ചെയ്യുന്ന കാര്യം നടക്കണ കേസല്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയാൽ ആ ആത്മാവിന് വേണ്ട നിർദ്ദേശങ്ങൾ ദൈവം തരികയും നമ്മൾ ചോദിക്കുമ്പോൾ അപ്പോഴപ്പോഴെ ഉള്ളിൽ നിന്ന് ആ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് തെറ്റിപ്പോകില്ല. ഇപ്പൊ നമ്മുടെ കർമ്മഭേദം, ഇപ്പൊ മക്കൾ പഠിക്കുന്നില്ല, ഉഴപ്പുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്ത് കാരണം കൊണ്ട് ഉഴപ്പുന്നു, അത് ഏത് നെഗറ്റീവ് ശക്തിയാണ് എന്റെ മക്കളെ ഇപ്പൊ ഉഴപ്പിക്കുന്നത്. നേരത്തെ നല്ല പഠിച്ചുകൊണ്ടിരുന്നു, എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ ഭയങ്കര മടി. അപ്പൊ അത് എവിടെ നിന്നാണ് നെഗറ്റീവ്സ് എന്നെ ശല്യം ചെയ്യുന്നത്? അത് മുൻജന്മത്തിന്റെ ആണോ, അതോ ഇപ്പൊ ആരെങ്കിലും എനിക്കെതിരെ ദോഷം ചെയ്യുന്നതാണോ, അതോ ഞാനായിട്ട് ചെയ്ത എന്തെങ്കിലും കർമ്മത്തിന്റെ ഫലമായിട്ട് ചില നെഗറ്റീവ്സ് എന്നെയായിട്ട് ഇങ്ങനെ മടി പിടിപ്പിക്കുന്ന, ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതിന് തിരിച്ചറിയണമെങ്കിൽ അവരവരുടെ ആത്മാവിൽ നിന്ന് തന്നെ മറുപടി ലഭിച്ചാൽ ഓരോ മേഖലയും ഓരോ കാര്യവും നമുക്ക് ചോദിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാം. അതിനു വേണ്ടിയിട്ടാണ് ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുന്നത് ഞാൻ പറയുന്നത്. അല്ലാതെ കുടുംബമൊക്കെ ഉപേക്ഷിച്ചും കൊണ്ട് കാട്ടിപ്പോകാനോ അല്ലെ എവിടെയെങ്കിലും ധ്യാനിച്ച് മരിച്ച് അങ്ങ് ആത്മാവ് സ്വർഗത്ത് കൊണ്ടുപോകാനോ അല്ല. ഇനിയുള്ള കാലഘട്ടത്ത്, ഈ കലിയുഗത്തിന്റെ അവസാന കാലഘട്ടത്ത് തിന്മ അത്രയധികം പെരുകിയത് കൊണ്ട് ഇനി ഓരോ ചുവടുകളും നമ്മൾ അതിസൂക്ഷ്മമായി വെച്ച് പോയില്ലെങ്കിൽ നമ്മുടെ മനസമാധാനം ഡെയിലി നഷ്ടപ്പെടുകയും നമ്മൾ പോലും അറിയാതെ പല പ്രശ്നങ്ങളും നമ്മളിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. ഏത് മേഖലയിലൂടെയും. ഇപ്പം ചില വ്യക്തികൾ എന്ത് പറയും, ഇപ്പം വീട്ടിൽ ഇലക്ട്രോണിക് സാധനം ചീത്തായി പോകുന്നുണ്ട്, അത് നന്നാക്കിക്കൊണ്ടിരുമ്പോഴത്തേക്കും വെറുതെ മറിഞ്ഞു വീഴുന്ന ആക്സിഡന്റ് പറ്റുന്നുണ്ട്, അതൊരു പഴത്തിൽ റെഡിയാക്കിക്കൊണ്ട് വരുമ്പോഴേക്കും മക്കൾക്ക് രോഗമെന്ന് പറഞ്ഞെടുത്ത് ആശ്രയി കൊണ്ട് ഓടുന്നുണ്ട്. പിള്ളേരെ കൊണ്ട് ആശ്രയിലാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴായിരിക്കും അവിടെ ഭാര്യയും അമ്മായിയമ്മയും നമ്മൾ ഭയങ്കരമായിട്ടുള്ള വഴക്കുമ്പോഴോ. ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. ഏത് മേഖലയിൽ ചെന്ന് തലവെച്ചു കൊടുത്താലും ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ അതിനെക്കാട്ടി പ്രശ്നം. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ എന്നെ ഒരു സ്വസ്ഥത, ദൈവം ഇല്ലേ, അതോ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു ഫലം ഇല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവത്തെ പെറുപിറുത്തം കൊണ്ടൊക്കെയാണ് പലരും എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറയുന്നത്. അപ്പം ഈ കാലഘട്ടത്ത് നെഗറ്റീവ് ശക്തികൾ അത്ര പവർഫുള്ളാണ്. നമ്മൾ തെറ്റിപ്പോകുന്നത് നമുക്ക് അറിവില്ലാത്ത മേഖലകളിലെല്ലാം നെഗറ്റീവ് ശല്യം ചെയ്യും. എങ്ങനെയുള്ളവരെ? ആത്മീയ വളർച്ച നേടി ദൈവവുമായിട്ട് എത്താൻ പാകത്തിന് നിൽക്കുന്ന ആത്മാക്കൾക്കേ ഈ പ്രശ്നമുള്ളൂ. അല്ലാതെ കൊച്ചുകുട്ടികളായിട്ട് നടക്കുന്ന ആത്മീയ വളർച്ച ഒട്ടുമില്ലാത്ത ശിശുക്കളായി നിൽക്കുന്നവർക്ക് ഈ പ്രശ്നങ്ങളില്ല. അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. കാരണം ആത്മീയ വളർച്ച വന്ന് നിൽക്കുന്ന, ദൈവത്തോട് എത്താൻ പാകത്തിൽ നിൽക്കുന്ന, ദൈവത്തിൽ നിന്ന് വന്ന ചില പോസിറ്റീവ് ആത്മാക്കൾക്ക് മാത്രമേ ഇത്രയും പ്രശ്നങ്ങളുള്ളൂ. അപ്പൊ അല്ലാതെ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ടോ അല്ല ദൈവം ഇല്ലാത്തതുകൊണ്ടോ അല്ല. അപ്പൊ അവരത്ര കണ്ട് ഹൈ ലെവലിൽ എത്തണം. ഇപ്പൊ ഈ ആത്മീയ വളർച്ച നേടിയവർക്കാണ് അത്രയും പ്രശ്നം എന്ന് ഞാൻ പല ആവർത്തി പറയുന്നുണ്ടല്ലോ. എന്താണ് ഈ ആത്മീയ വളർച്ച നേടിയതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, ഈ കള്ളന്മാരും ഈ കള്ള ആത്മീയരും ഇതൊക്കെ കള്ളത്തരങ്ങളാണെന്നും ഇതിന്റെ ഇടയിലൊക്കെ ഒരുപാട് ബിസിനസ്സുകളാണ് ഇതിന്റെ ലക്ഷ്യമെന്നും ഈ അന്യോന്യം കടന്ന് ഇത്രയും കടന്ന് ഓടുന്നതിനല്ല ദൈവം, ഒരൊറ്റ ദൈവമേ നമുക്ക് സൃഷ്ടാവായിട്ടുള്ളൂ, ഇങ്ങനെയൊക്കെ ഉള്ള ബോധം ഏതൊരു വ്യക്തിക്കും ഉണ്ടെങ്കിൽ ആ വ്യക്തി തിരിച്ചറിയണം അവന്റെ ആത്മാവ് അത്രയും വളർന്ന പവർഫുൾ ആത്മാവാണ്. നമ്മളിതിനെ കാണുന്നില്ലേ, ചില സ്ഥലങ്ങളിലൊക്കെ പോയി ഈ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലൊക്കെ ചെന്ന് തുള്ളി പാടി ബേളം വെച്ച് നടന്ന് അവിടുത്തെ ആൾക്കാരെ കാലിലൊക്കെ തൊട്ട് തൊഴുത് ദൈവമൊന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ നമുക്ക് കാണുമ്പോൾ ഇത് ചിരി വരും. ഇതെന്ത് ഇവർക്ക് ഇത്രയും പൊട്ടരാണ്, ഇത്രയും കാശ് കൊണ്ട് മാസം കൊണ്ടുവന്ന് കളഞ്ഞിട്ടും ഇവർക്കൊന്നും ബോധം വരുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അവർക്ക് ബോധം വരില്ല. കാര്യം അവർ ശിശുക്കളാണ്. അപ്പൊ അവരിനി ചില പല ജന്മങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് കഷ്ടം അനുഭവിച്ച് അവർക്ക് ബോധം വരുള്ളൂ. പക്ഷെ ആൾറെഡി ജന്മന ഈ വിധ ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒറ്റ ശക്തിയെ പ്രപഞ്ചത്തിലുള്ളൂ, അതാണ് ദൈവം എന്നൊരു ബോധം നമ്മൾ ചെറുതിലേ ഉണ്ടെങ്കിൽ വിചാരിച്ചോളണം, നിങ്ങളുടെ ആത്മാവ് അത്രയും പവർഫുള്ളാണ്, അത്രയും വളർന്നതാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് അത്ര കണ്ട് തടസ്സങ്ങൾ, നെഗറ്റീവ് ശക്തികൾ ഉണ്ടാക്കുള്ളൂ. അപ്പം അവർക്ക് ദൈവമില്ല എന്നൊരിക്കലും ചിന്തിക്കരുത്. ഇതിന്റെ മറുഭാഗത്ത് വേറൊരു വശം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ അതിനെ ആഹാരം വാരി കൊടുക്കും, കൈ പിടിച്ച് എവിടെയും നടക്കാൻ പോകുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കൈ പിടിച്ചു കൊണ്ടുപോകും, റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിനെ എടുത്തുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യില്ലേ? അതുപോലെ ഒട്ടും ആത്മീയ വളർച്ച ഇല്ലാത്ത ശിശുക്കളായ ഈ മനുഷ്യർ നമ്മൾ പുറമേ കാണുമ്പോൾ ചിലപ്പോൾ അവർ സയന്റിസ്റ്റുകളായിരിക്കും, ചിലപ്പോൾ അവർ IAS ഓഫീസർമാരായിരിക്കും, ചിലപ്പോൾ രാഷ്ട്രീയത്തിലെ മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അത്ര വലിയ വലിയ ലെവലിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ കണ്ണില് ആത്മാവ് വെറും ശിശു. അപ്പൊ അങ്ങനെയുള്ളവരെ കൈപിടിച്ച് നടത്തിക്കുന്നത് പോലെ അവർ കാണിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ ക്ഷമിച്ചും പുറത്തും ദൈവം അവരെ കൈപിടിച്ച് നടത്തിച്ചു കൊണ്ടുപോകും. പക്ഷെ ആത്മീയ വളർച്ച നമ്മൾ
ആ നമ്മളുടെ കാഴ്ചപ്പാട് അത്ര കണ്ട് വളർന്ന ഒരു ആളാണെങ്കിൽ ആത്മാവിന് അത്രയും പവർ എന്ന് മനസ്സിലാക്കിക്കൊള്ളാം, ഒരിക്കലും ദൈവം കൈപിടിച്ച് നടത്തിച്ചു കൊണ്ടുപോകില്ല. നമുക്ക് അത്രയും വളർച്ചയുണ്ട്. കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി തന്നെത്താൻ നമ്മൾ ജയിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് ആരും ആഹാരം വാരി തരില്ല. കൊച്ചുകുട്ടികൾക്ക് ദൈവം വാരിക്കൊടുക്കും, നമ്മൾ അച്ഛനമ്മയെ വാരിക്കൊടുക്കുന്നത് പോലെ ആത്മവളർച്ച ഇല്ലാത്തവർക്ക് ദൈവം അവരെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയിൽ സാധിച്ചു കൊടുക്കും. അവരെ കൈപിടിച്ച് നമ്മൾ കൊച്ചു പിള്ളേരെ കൊണ്ട് നടത്തിക്കുന്നത് പോലെ ചില അദൃശ്യ ശക്തികൾ അവരെ കൈപിടിച്ച് പ്രൊട്ടക്ട് ചെയ്ത് നടത്തിച്ചു കൊണ്ടുപോകും. പക്ഷെ നമ്മൾ മുതിർന്ന മീശയും താടിയും ഒക്കെ വെച്ച വലിയ ആത്മാക്കളാണ്. നമ്മളെ അതേപോലെ അദൃശ്യ ശക്തികൾ ഒന്നും പറ്റാതെ ഇങ്ങനെ കൊണ്ടുപോകുന്ന പ്രതീക്ഷിക്കരുത്. നമ്മൾ അറിഞ്ഞും കണ്ടും മേഖലകളെല്ലാം മനസ്സിലാക്കി നമ്മൾ തന്നെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. ആ കഴിവ് നമുക്കുണ്ട്. പക്ഷെ നമ്മളെ മടിയിൽ ഉഴപ്പ് കാരണമാണ് ഈ പല പ്രശ്നങ്ങളും പറ്റുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ അറിയാം ഇത് തെറ്റ്, ഇങ്ങനല്ല, ഇത് ശരിയല്ല. പക്ഷെ ആൾക്കാരെ കണ്ടുകൊണ്ടും മറ്റവരെ കണ്ടുകൊണ്ടും അഭിമാനം നോക്കിയും നമ്മൾ തെറ്റുകൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. മറ്റ് ശിശുക്കൾ അങ്ങനെ മനഃപൂർവ്വം തെറ്റ് ചെയ്താൽ പോലും അവരെ അറിവില്ലാതെ ചെയ്യണത് കൊണ്ട് ദൈവം അവരെ ഫ്രീ ആയി പ്രൊട്ടക്ട് ചെയ്യും. ആത്മവളർച്ച നേടിയവർക്ക് ഫ്രീ പ്രൊട്ടക്ഷൻ ഇല്ല. എടുത്തെടുത്ത് പറയണതിന്റെ കാരണം പലരും എന്നെ വിളിച്ചിട്ട് പ്രാർത്ഥന നിർത്തി, ഇപ്പം ദൈവത്തോട് പോലും പ്രാർത്ഥിക്കുന്നതിന്റെ താല്പര്യമേ പോയി, മടുത്ത് എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങൾ ആരെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? എനിക്ക് ഈ അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെയൊന്നും പണ്ടേ താല്പര്യമില്ല. കൊച്ചിലെ എന്റെ മനസ്സിലുണ്ട് ഒരൊറ്റ ദൈവം, ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട്, അതാണ് നമ്മളുടെ ദൈവം എന്നുള്ള കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ എന്റെ മനസ്സിലുണ്ട്. ഇതാണ് നിങ്ങളുടെ അപകടം. നിങ്ങൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോഴേ, നിങ്ങൾ ജനിച്ചപ്പോഴേ നിങ്ങളുടെ ആത്മാവ് പവർഫുൾ ആണ്. നിങ്ങൾ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി തെറ്റാതെ മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളെ ഒരു അദൃശ്യ ശക്തികളും ഫ്രീ ആയിട്ട് നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കൂല. അപ്പൊ നിങ്ങളത് അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഈ സത്യങ്ങളെല്ലാം തിരിച്ച് ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ, ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി എന്ത് വന്നാലും വേണ്ടൂല, എനിക്ക് ആ തെറ്റ് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഇങ്ങനെ പറ്റൂ എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയി നോക്ക്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ കവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. എന്തെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ ഉള്ളവരെ കൊണ്ടാണ് ശിശുക്കളായവരെ ദൈവം ഭാവിയിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ശിശുക്കളെ പഠിപ്പിക്കാനായിട്ട് പാകപ്പെട്ട് നിൽക്കുന്ന നിങ്ങൾ വഴിതെറ്റി പോയാൽ, ആ പഠിപ്പിക്കേണ്ട നിങ്ങൾ തന്നെ വഴിതെറ്റി നടന്നാൽ പിന്നെ എങ്ങനെ ശരിയാകും? അതുകൊണ്ട് നിങ്ങൾ തന്നെ പഠിച്ച് മുന്നോട്ട് വരാൻ വേണ്ടി ദൈവം അനുവദിച്ച് വെച്ചിരിക്കുന്നതാണ്. അല്ലാതെ നിങ്ങളുടെ വിഷയങ്ങളോ പ്രശ്നങ്ങളോ മാറ്റാൻ ശക്തിയില്ലാത്ത ദൈവമൊന്നുമല്ല നമ്മളെ ദൈവം. പക്ഷേ ദൈവം അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ അത് മനസ്സിലാക്കി വളർന്ന് കയറി വരുന്നില്ല. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്ക്. ഓരോ പടിയും നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ ഉള്ളിൽ കിട്ടും. ആ ദൈവമുള്ള കണക്ഷൻ നിങ്ങൾക്ക് ആൾറെഡി ഉണ്ട്. എന്റെ അടുത്ത് ചില വ്യക്തികൾ വിളിച്ച് പറയുമ്പോൾ 19ാമത്തെ വയസ്സിൽ ദർശനങ്ങൾ കണ്ടുകൊണ്ടിരുന്നു, സംസാരങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നും കിട്ടുന്നില്ല. കാരണം എനിക്ക് തന്നെ അറിയാം, ഞാൻ തന്നെ പല ആവർത്തി തെറ്റിപ്പോയി, ഞാൻ തന്നെ ഉഴപ്പിന്ന് എനിക്ക് തന്നെ മനസ്സിലായെന്ന് പറഞ്ഞ് പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ കഴിവുകളും അല്ലെ നിങ്ങളുടെ ആത്മാവായിട്ടുള്ള സംസാരം ഉണ്ടായിരുന്നെന്നും അത് നിങ്ങളുടെ എന്തോ സ്വാർത്ഥ താല്പര്യം മൂലം അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അത് തിരിച്ചു കൊണ്ടുവന്നാൽ മതി. എന്നെ ഈ സംസാരം കേട്ടിട്ട് ഞാൻ ഈ പറയുന്നത് ശരിയാണ് എന്ന് അംഗീകരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ അംഗീകരിക്കുന്നത് നിങ്ങളുടെ ആത്മാവാണ് അത് അംഗീകരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ആത്മാവോടുള്ള കണക്ഷൻ ഉണ്ട്. അതിപ്പോ നഷ്ടപ്പെട്ടു പോയതാണ്. തിരിച്ചു കൊണ്ടുവന്നാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിക്കോളും. തിരിച്ചു കൊണ്ടുവരുമ്പോൾ നാളത്തെ മുന്നോട്ടുള്ള സകലമാന കാര്യങ്ങളും ആത്മാവിലൂടെ ദൈവത്തിന്റെ ഇൻഫർമേഷനിലൂടെ നമുക്ക് തെറ്റിപ്പോകാതെ നമ്മൾ ആത്മാവ് നമ്മളെ ഇൻഫർമേഷൻ തന്നുകൊണ്ടേ പോകും. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ തിരിച്ചെത്തിക്കലാണ് എന്റെ ജോലി. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ വ്യക്തമാണെന്ന് തോന്നുന്നു. ഇനി ആൾക്കാരുടെ മറുപടികളും ഫോൺ കോളും ഒക്കെ നോക്കിയിട്ട് ഞാൻ അടുത്ത മെസ്സേജ് തയ്യാറാക്കുള്ളൂ. കാരണം അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എത്ര ഗ്രഹിച്ചിട്ടുണ്ട്, അതിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ സംശയം, എത്ര കണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടൊക്കെ നോക്കിയേ ഞാൻ അടുത്ത മെസ്സേജ് തയ്യാറാക്കുന്നുള്ളൂ. പറഞ്ഞതിനെ പിന്നെയും ആവർത്തിക്കാതിരിക്കാനാണ് ഞാൻ 1-2 ദിവസം വെയിറ്റ് ചെയ്ത് നോക്കുന്നത്. ഇനി അടുത്ത ചില കാര്യങ്ങളൊക്കെ അടുത്ത മെസ്സേജ്. ഓക്കെ.